सबको मेरा नमस्कार। आज हम देखेंगे रामवृक्ष बेनीपुरी जी द्वारा लिखित സുബാൻ ഖാൻ नामक एक രേഖാചിത്രം. അപ്പോൾ നമ്മൾ സുബാൻ ഖാൻ എന്ന രേഖാചിത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നോക്കി. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇപ്പം നോക്കാം. गैर में नहा धोकर पहन उठ कर इंतज़ार ही रहा था कि सुबान दादा पहुंच गई, मुझे कंधे पर ले लिया और अपने गांव में ले गई. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സുബാൻ ദാദയും രാമവൃക്ഷ് ബേനിപുരിജിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലൂടെയാണ് ഇത് തുടങ്ങിയത്. അതിനുശേഷം സുബാൻ ദാദ ആരാണ്, എങ്ങനെയാണ് രാമവൃക്ഷ് ബേനിപുരി അവരും തമ്മിലുള്ള ഒരു റിലേഷൻ എന്നൊക്കെ പറഞ്ഞു അല്ലേ. സുബാൻ ദാദ ഒരു പണിക്കാരനാണ്, കൊത്തുപണി ഇല്ലെങ്കിൽ കെട്ടുപണിക്കാരൻ എന്നൊക്കെ പറയാം. അപ്പോൾ രാമവൃക്ഷ് ബേനിപുരിജിൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ ജോലിക്ക് വന്നപ്പോൾ നാനി പറഞ്ഞു, രാമവൃക്ഷ് ബേനിപുരിജിൻ്റെ അമ്മമ്മ പറഞ്ഞു, വേഗം കുളിച്ച് റെഡിയാവും, സുബാൻ ദാദ നിന്നെ കൊണ്ടുപോകാൻ വരുന്നു. അപ്പോൾ ഇവർക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ഈ ജാതി മതത്തിൻ്റെ വേർതിരിവൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവർ രാമവൃക്ഷ് ബേനിപുരിജി പക്ക ഒരു ഹിന്ദു ബ്രാഹ്മണ പരിവാറാണ്. അപ്പോൾ ഹിന്ദുവിലെ ഹൈ കാസ്റ്റാണ്. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. ഒരു വർഗീയതയോ അല്ലെങ്കിൽ ജാതിഭേദം അതൊന്നും അത്ര കണ്ട് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കേട്ടോ, ഇവരുടെ ആ ഒരു ഗ്രാമത്തിൽ. എല്ലാം അവിടെ അടിച്ചു പറയാൻ നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ ദാദി നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വേഗം കുളിച്ച് റെഡിയാവ്, നിന്നെ കൊണ്ടുപോകാൻ സുബാൻ ദാദ വരുന്നുണ്ട്. ഇന്ന് എന്താണ് ഹുസൈൻ സാഹബിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താണ് അവിടേക്ക് എന്തായാലും പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഘേർ മേ നഹാ ധോക്കർ, ഞാൻ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുബാൻ ദാദേനെ വെയിറ്റ് ചെയ്ത് നിന്നു. സുബാൻ ദാദ പहुंच गई, സുബാൻ ദാദ വന്നു. മുझे कंधे पर ले लिया और अपने गांव में ले गई, എന്നെ തോളിലേറ്റിക്കൊണ്ട് എൻ്റെ ഗ്രാമത്തിലേക്ക് പോയി, അവരുടെ ഗ്രാമത്തിലേക്ക് പോയി. उनका घर क्या था, बच्चों का अखाड़ा बना हुआ था. पोते पोतियों नाती नातिनों की भरमार थी उनके घर में. मेरी ही उम्र के बहुत बच्चे रंगीन कपड़ों में सजे धजे, सब मानो मेरी ही इंतज़ार में. जब पहुंचा, सुबहान दादा की बूढ़ी बीवी ने मेरे गले में एक बद्दी डाल दी, कमर में घंटी बांध दी, हाथ में 2 लाल छटियाँ दे दी और उन बच्चों के साथ मुझे लिए दिए करबला की ओर चली. दिन भर उछला कूदा, तमाशों देखी, मिठाइयाँ और शाम को फिर सुबहान दादा के कंधे पर घर पहुँच गया. അങ്ങനെ നമ്മുടെ രാമവൃക്ഷ് ബേനിപുരിജി സുബാൻ ദാദൻ്റെ വീട്ടിലേക്ക് റെഡിയായി പോയി. അവിടെ പോയി അപ്പോൾ അവിടെ എന്താണ് കുട്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അഖാഡ, ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. ഈ രാമവൃക്ഷ് ബേനിപുരിജീൻ്റെ വയസ്സിലുള്ള ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ട്. ഇവരവിടെ എത്തിയത് സുബാൻ ദാദേൻ്റെ ബീവി, വയസ്സായിട്ടുള്ള ഭാര്യ വന്ന് ആ ഉത്സവത്തിന് പോകുന്നതിൻ്റെ മുന്നേ ഇടുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഈ കുട്ടിക്ക് ഇട്ടുകൊടുത്തു. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ഉത്സവം കൂടി, ഒരുപാട് തമാശകൾ കളിച്ചു, അവിടെ കളിച്ചു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു. മിഠായി और शाम को ഈവനിങ് സമയമാകുമ്പോഴത്തേനും സുബാൻ ദാദാക്ക് കന്ധേ പർ ഘർ പहुंच गया. സുബാൻ ദാദേൻ്റെ തോളിൽ, കന്ധേ എന്ന് വെച്ചാൽ തോള്, കന്ധേ പർ ഘർ पहुंच गया. ईद बकरीद को ना സുബാൻ ദാദ ഹമേ ഭൂൽ സക്തേ തേ, ना होली दिवाली हो हम उन्हें. നേരത്തെ പറഞ്ഞിരുന്നു, ആ ഒരു സിറ്റുവേഷനിൽ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു വർഗീയതയൊന്നും ഇല്ലെങ്കിൽ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. ഈദ് മുബാറക്കിലൊക്കെ എങ്ങനെയാണോ, ഈദിലും ബക്രീദിലും ഒക്കെ എങ്ങനെയാണോ സുബാൻ ദാദ ഈ രാമവൃക്ഷ് ബേനിപുരിജീൻ്റെ ആ ഫാമിലിയെ മറക്കാത്തത്, അതുപോലെ തന്നെ ദിവാലിയും ഹോലിയും ഒക്കെ വരുമ്പോൾ ഇവർ അങ്ങോട്ടും ട്രീറ്റ് ചെയ്യും.
ഇവർ ദീപാവലിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങൾ. होली के दिन नानी अपने हाथों से पूरी घी और गोश्त परोस कर सुबह दादा को हिलाती और तब मैं ही अपने हाथों से आबिर लेकर उनकी थाली में मलता. एक बार जब उसकी थाली रंगीन बन गई थी, मुझे पुरानी बात आ गई है. मैंने कहा, सुभान दादा, रसूल की थाली भी तो ऐसे ही रंगीन रही होंगी. അപ്പം എന്താണ് നേരത്തെ പറഞ്ഞിരുന്നു, അവരെങ്ങനെയാണോ അവരുടെ മുസ്ലിംസിൻ്റെ ഉത്സവങ്ങൾക്ക് ഹിന്ദുക്കളെ ക്ഷണിക്കുന്നത്, അതുപോലെ തന്നെ ഇവരും ഹിന്ദുക്കളും മുസ്ലിംസിനെ ക്ഷണിക്കുകയായിരുന്നു. അപ്പോൾ ഹോലീൻ്റെ ദിവസങ്ങളിൽ, ഹോലി ദിവസം വീട്ടിലുണ്ടാകുന്ന പലഹാരങ്ങളെല്ലാം തന്നെ സുബാൻ ദാദയ്ക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ അന്നത്തെ കളർ പൊടികൾ നമ്മുടെ രാംവൃക്ഷ് ബേനിപുരിജി തന്നെ സുബാൻ ദാദൻ്റെ ആ വെളുത്ത നീണ്ട താടിയിൽ തേക്കുമായിരുന്നു. അങ്ങനെ തേച്ചിട്ട് ഒരു ദിവസം രാംവൃക്ഷ് ബേനിപുരിജി സുബാൻ ദാദേൻ്റെ അടുത്ത് ചോദിച്ചു, ദാദാ, റസൂൽ കി ധാടി ബി തോ ഐസി ഹി രംഗീൻ രഹി ഹോങ്കി. നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ആ താടി, റസൂലിൻ്റെ താടി ഇങ്ങനെയാണോ എന്ന് ചോദിച്ചില്ലേ. മക്കയിൽ ഇപ്പോഴും റസൂലിൻ്റെ ആ ഒരു കുറച്ച് താടിയിലെ മുടികൾ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് ദാദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, റസൂലിൻ്റെ താടിയും ഇങ്ങനെ തന്നെ ആയിരുന്നോ, ഇങ്ങനെയാണോ, കളർഫുള്ളാണോ എന്ന് ചോദിക്കുകയാണ്. रंगीन എന്ന് വെച്ചാൽ കളർഫുൾ. उस पर अल्लाह ने ही रंग दे रहा था बबुआ. अल्लाह की उन पर खास मेहरबानी थी. उनके सा नसीबाम हम मामूली इंसानों का कहा. അപ്പോൾ പറയാണ്, റസൂലിൻ്റെ താടി ഇങ്ങനെ നീണ്ടതാണ്, പക്ഷെ നീ ഇപ്പം എൻ്റെ താടീൻ്റെ മേത്ത് കളർ പൊടി ആക്കിയ പോലെയല്ല, അള്ളാഹുവിൻ്റെ ആ ഒരു അനുഗ്രഹമാണ് റസൂലിൻ്റെ താടീൻ്റെ മേലെ ആ ഒരു കളറായിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള മെഹർബാനി, മെഹർബാനി എന്ന് വെച്ചാൽ ആ ഒരു അനുഗ്രഹം, ഒരു അള്ളാഹു റസൂലിന് കൊടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ അനുഗ്രഹമാണ്. ആ അനുഗ്രഹമാണ് ആ താടിയിൽ കളറായിട്ട് കാണുന്നത്. ഉൻകി സ നസീബാം ഹം മാമൂലി ഇൻസാനോക്കോ കഹാം. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കടാക്ഷം, അനുഗ്രഹമൊക്കെ മാമൂലി ഇൻസാൻ എന്ന് വെച്ചാൽ സാധാരണക്കാരായ മനുഷ്യന്മാർ, സാധാരണക്കാരനായ എനിക്ക് എങ്ങനെ കിട്ടാനാണ് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സുബാഹ. ऐसे कहकर जट आगे मूंद कर कुछ बुदबुदाने लगे जैसे वह ध्यान में उन्हें देख रहे हैं. അത് പറയുമ്പോഴും അവരുടെ കണ്ണുകൾ എന്താണ്, കുറച്ചിങ്ങനെ അടച്ചിട്ട് എന്തൊക്കെയോ അവരിങ്ങനെ പറയാൻ തുടങ്ങി. മേ ബി കുഷ് ബഡാ ഹുവ, ഇങ്ങനെ പിറുപിറാന്ന് പറയാൻ തുടങ്ങി. ബുദ്ബുദാനെ എന്ന് വെച്ചാൽ മർമറി, അങ്ങനെ ജയ്സെ വ ധ്യാൻ മേ ഉന്നെ ദേഖ് രഹേ ഹോ, എങ്ങനെയാണ് ധ്യാനത്തിൽ അദ്ദേഹം അള്ളാഹുവിനെയോ ഇല്ലെങ്കിൽ റസൂലിനെയോ കാണുന്നത്, അപ്പോൾ സംസാരിക്കുന്നത്, അതുപോലെ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. मैं भी कुछ बड़ा हुआ, उधर दादा भी आकर हज कर ही आए. अब मैं बड़ा हो गया था, लेकिन उन्हें चुहारे की बात भूली नहीं थी. जब मैं छुट्टी में शहर के स्कूल से लौटा, दादा एक अनुपम सौगत लेकर पहुँचे. इधर उनके घर की हालत भी अच्छी हो चली थी. दादा के पुण्य और लायक बेटों की मेहनत ने काफ़ी पैसे इकट्ठे कर लिए थे, लेकिन उनमें वही विनम्रता और सूक्ष्मता थी आई. पहले की ही तरह शिष्टाचार निभाया. फिर चुहारे निकाल मेरे हाथ में रख दिए. बबुआ, ये आपके लिए हाथ अरब से लाया हूँ, याद है ना, आपने इनके इसकी फरमाइश की थी. उनके नाथुने ആനന്ദത്തെ से हिल रहे थे. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു. ഈ രാംവൃക്ഷ് ബേനിപുരി ആദ്യം കുട്ടിയായിരുന്നു, ഇപ്പോൾ കുറച്ച് വലുതായി. അവിടെ ആണെങ്കിൽ ഗ്രാമത്തിൽ നമ്മുടെ സുബാൻ ദാദ മക്കയിലൊക്കെ പോയി വന്നു, ഹജ്ജൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ കുട്ടി വലുതായി. എന്നാലും കൂടെ ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, മക്കയിൽ നിന്ന് ജുഹാറും അതുപോലെ തന്നെ ഖജൂറൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ ജുഹാറ് ഈ കുട്ടി വലുതായിട്ട് പോലും ഫ്രൂട്ട്സുമായിട്ട് ഇല്ലെങ്കിൽ ആ ഒരു സ്വീറ്റ്സുമായിട്ട് നമ്മുടെ സുബാൻ ദാദ ഈ കുട്ടീൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ലീവ് സമയത്ത് പട്ടണത്തിൽ നിന്ന് കുട്ടി നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് ഇത്രയും മനോഹരമായിട്ടുള്ള സമ്മാനമായിട്ട് നമ്മുടെ സുബാൻ ദാദ അവിടെ എത്തുന്നത്. സുബാൻ ദാദൻ്റെ അവസ്ഥയും ഇല്ലെങ്കിൽ വീട്ടിൻ്റെ അവസ്ഥയും ഇപ്പോൾ കുറച്ചൊക്കെ മാറി. കാരണം സുബാൻ ദാദൻ്റെ മക്കൾ രണ്ടുപേരും സുബാൻ ദാദേനെ പോലെ തന്നെ നല്ല കഠിനാധ്വാനികളായിരുന്നു, മെഹനത്തി ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഒരു വിനമ്രത, ഒരു വിനയവും
അവരുടെ ആ ഒരു സത്യസന്ധതയും കഷ്ടപ്പാടും കഠിനാധ്വാനം എല്ലാം കൊണ്ട് തന്നെ അവർ ഇപ്പോൾ കുറച്ച് ഡെവലപ്പായി. അവരൊരുപാട് പൈസ ഇക്കട്ടെ കർ ലിയേ थे. സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കാശുകൾ അവരുടെ കഠിനാധ്വാനം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല രീതിക്കാണ് അവരുടെ വീടും പരിസരവും ഒക്കെ പോകുന്നത്. അവരുടെ മക്കളും ഒക്കെ വലുതായി. അപ്പോൾ ഈ ചുഹാറ് കൊണ്ടുവന്നിട്ട് ആ കുട്ടീൻ്റെ കയ്യിൽ വെച്ചിട്ട് സുബാൻ ദാദ പറയാണ്, ബബുവ ഈ ആപ്കെ ലിയേ ഹാസ് അറബ് സെ ലായാ ഹോ. മോനെ, ഇത് നിനക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അറബിൽ നിന്ന് കൊണ്ടുവന്നതാണ്. യാദ് ഹൈന, നിനക്ക് ഓർമ്മയില്ലേ, ആപ്നെ ഇസ്കി ഫർമായിഷ് കീത്തി, നീ ഇതിനെപ്പോഴും വാശി പിടിക്കുമായിരുന്നു എന്ന കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ മുഖത്ത് എന്താ പറയുക, അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് ഇങ്ങനെ അവരുടെ മുഖം നല്ല തിളങ്ങുന്നുണ്ടായിരുന്നു. ഓക്കെ. चुहारे लिए सिर चढ़ाया ख्वाहिश हुई, आज फिर मैं बच्चा हो पाता और कंधे से लिपट कर उनकी सफ़ेद थाली में जो अब सचमुच नूरानी हो चली थी उंगलियां घुसाकर उन्हें दादा दादा कहकर पुकार उड़ा था. അപ്പോൾ ആ സമയത്ത് എനിക്ക് പണ്ടത്തെ ആ കുട്ടിയായിരുന്നു എന്നെ ഓർമ്മ വന്നു. കാരണം ദാദേൻ്റെ തോളിലിരുന്നു കൊണ്ട് ആ താടിയിലൊക്കെ ഇങ്ങനെ വിരലോടിച്ചുകൊണ്ട് ദാദാ ദാദാ എന്ന് വിളിച്ച് നടക്കുന്ന ആ പഴയ എന്നെ എനിക്ക് ഓർമ്മ വന്നു. പക്ഷേ ना मैं अब बच्चा हो सकता था, ना जवान में वह मासूमियत और पवित्रता रह गई थी. അംഗ്രേസി അപ്പോൾ എനിക്കിപ്പോൾ പഴയ കുട്ടിയാവാൻ പറ്റൂല. പോരാത്ത എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഒരുപാട് പവിത്രത കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ പാലിക്കേണ്ട ഒരുപാട് സാധനങ്ങൾ ഇപ്പം അവരുടെ മനസ്സിൽ വന്നു പോയി. ഇല്ലെങ്കിൽ സൊസൈറ്റിയിൽ ചെറിയ ചെറിയ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടി എവിടെയാണ്, അംഗ്രേസി സ്കൂൾ മേ വാതാവരൺ അജീബ് അസ്വാഭാവികത ഹർ ബാത് മേ ലാ ദീ തി. പിന്നെ അംഗ്രേസി സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഓരോ വാക്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വന്നു തുടങ്ങി. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക റിഫ്ലക്ഷൻ ഈ കുട്ടീൻ്റെ പേഴ്സണാലിറ്റിയിലും വന്നു തുടങ്ങിയ സമയമായിരുന്നു. पर हम शायद एक ही चीज़ अब भी पवित्र रह गई थी, आगे में आंसू की झलकन से अपने को पवित्र कर चुपचाप ही उनके चरणों में ശ്രദ്ധാഞ്ജലി ചടാ थी. പക്ഷേ ആ ഒരു അസാധാരണത്വം അവരുടെ നമ്മുടെ കണ്ണീര് കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പവിത്രമാക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കുട്ടി അതുപോലെ തന്നെ അങ്കും സെ ആംസു കി ഝുൽക്കൻ, കണ്ണിൽ നിന്ന് വന്ന കണ്ണീര് കൊണ്ട് ആ അസാധാരണത്വം അസ്വാഭാവികതയൊക്കെ മാറ്റിയിട്ട് സുബാൻ ദാദേൻ്റെ കാലിൽ പിടിച്ച് ശ്രദ്ധാഞ്ജലി ചടാത്തി, കാല് പിടിച്ചുകൊണ്ട് കണ്ണീര് കൊണ്ട് കഴുകിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. കാല് പിടിച്ചു. അപ്പോൾ അത്രയും കാലം ഉണ്ടായിരുന്നൊരു ഗ്യാപ്പ് ആ കുട്ടി മാറ്റി. हज से लौटने के बाद सुभान दादा का ज़्यादा वक्त नमाज बंदगी में ही बीतता. दिन भर उनके हाथों में तस्बीह के दाने घूमते और उनकी ज़बान अल्लाह की रट लगाई रहती. अपने जवान पर में उनकी बुजुर्ग की दाग थी. बड़े बड़े झगड़ों की पंचायतों में दूर दूर के हिंदू मुसलमान उन्हें पंच मुकर्रर करते. उनकी ईमानदारी और दयानतकारी कुछ ऐसी ही धूम थी. അതായത് ഹജ്ജിന് പോയി വന്നതിന് ശേഷം സുബാൻ ദാദ ഒരുപാട് നേരവും പ്രാർത്ഥനയിലാണ് മുഴുകിയിരുന്നത്. അദ്ദേഹം എന്താണ് അവരുടെ ആ ഒരു പ്രായത്തിൽ തന്നെ ഭയങ്കര വലിയൊരു ബുജുർഗായ പോലെ ഒരു വലിയൊരു കാരണവരുടെ റോളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അവരുടെ ഗ്രാമത്തിൽ എന്ത് അടിപിടി നടന്നാലും ഇദ്ദേഹത്തിനെ ആയിരുന്നു അതിൻ്റെ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഹിന്ദു മുസ്ലിംസിൻ്റെ എന്ത് പ്രശ്നത്തിലും, അല്ലാതെ മുസ്ലിംസിൻ്റെ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിലുള്ള പ്രശ്നം, ഇല്ലെങ്കിൽ ദൂർ ദൂർക്കെ ഹിന്ദു തഥാ മുസൽമാൻ, ഹിന്ദുക്കളും മുസൽമാനും അതുപോലെ വരുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രാമങ്ങളിലൊക്കെ പഞ്ചായത്ത് കൂടില്ലേ, എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കും, പ്രശ്നം പറയും. അതിൻ്റെ പഞ്ചായത്ത് തലവൻ അല്ലെങ്കിൽ മുഖ്യനാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്. അതുപോലെ സുബാൻ ദാദയ്ക്ക് അങ്ങനത്തെ ഒരു റോൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും അതുപോലെ തന്നെ
ദയയുമാണ് അതിൻ്റെ കാരണം. അദ്ദേഹത്തിന് ഇങ്ങനൊരു മുഖ്യനാക്കാൻ അല്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കാനുള്ള മീഡിയേറ്റർ ആക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അതുപോലെ തന്നെ ദയാനത്താരി, അദ്ദേഹം അത്രയും കരുണ നിറഞ്ഞ മനുഷ്യനായതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സുബാൻ ദാദാക്ക് ഏക് അർമാൻ താ മസ്ജിദ് ബനാനെ കാ. സുബാൻ ദാദയ്ക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പള്ളി പണിയണമെന്ന്, ഒരു പള്ളി അവരുടെ ഗ്രാമത്തിൽ പണിയണമെന്ന വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മേരി മാമ കാ മന്ദിർ ഉനേഹി ബനായാത്ത. ഈ രാംവൃക്ഷ് ബേനിപുരിജീൻ്റെ വീട്ടിൽ അവരുടെ അങ്കിള് ഒരു അമ്പലം കെട്ടിയിരുന്നു. ആ അമ്പലം പണിതതും സുബാൻ ദാദയാണ്. ദിനോവ സാധാരണ രാജ്യത്തെ, ആ സമയത്ത് അദ്ദേഹം ഒരു സാധാരണ പണിക്കാരനായിരുന്നു. तो भी कहा करते अल्लाह ने चाहा तो मैं एक मस्जिद ज़रूर बनाऊंगा. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് പറയായിരുന്നു, അള്ളാഹു വിചാരിക്കുകയാണെങ്കിൽ ഞാനൊരു പള്ളി പണിയും എന്ന് അന്ന് തന്നെ പറയായിരുന്നു. അല്ലാഹുനെ ചാഹ ഔർ വൈസ ദിൻ ആയ, അങ്ങനെ അള്ളാഹു ആഗ്രഹിച്ചു, അങ്ങനെ ആ ദിവസം വന്നു എന്ന് വെച്ചാൽ ഇദ്ദേഹം സുബാൻ ദാദ ഒരു പള്ളി പണിതു. उसकी मस्जिद भी तैयार हुई, അവരുടെ പള്ളിയും റെഡിയായി. गाँव के ही लायक एक छोटी सी मस्जिद लेकिन बड़ी ही खूबसूरत. ഗ്രാമത്തിന് പറ്റിയ ഒരു ചെറിയ പള്ളി, നല്ല ഭംഗിയുള്ള ഒരു പള്ളി. दादा ने अपनी जिंदगी भर की अर्जित कला इसमें खर्च कर दी थी. हाथ में इतनी ताकत नहीं रह गई थी कि अब खुद कटनी और वसूली पकड़े, लेकिन दिन भर बैठे बैठे एक ही ईंट की चुटाई पर ध्यान रखते और उसके भीतर भीतर जो बेल बूटे कटे गए थे उनके सारे नक्शों उन्होंने ही खींचे थे और उनमें से एक एक का काटा जाना उनकी हाँ बारीक निहारनी में हुआ था. അതായത് ഒരു ചെറിയ ഭംഗിയുള്ള പള്ളി പണിതു. അദ്ദേഹത്തിൻ്റെ സുബാൻ ദാദ ജീവിതകാലം മുഴുവൻ പഠിച്ചു വെച്ച, അല്ലെങ്കിൽ അത്ര കാലം അദ്ദേഹം പഠിച്ചു വെച്ച കല, അദ്ദേഹത്തിൻ്റെ ജോലിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന കല, അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചിരുന്ന കല മുഴുവൻ അദ്ദേഹം ഈ പള്ളിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെന്ന് കാണാം. അത്രയും കൊത്തുപണികളും അത്രയും സൂക്ഷ്മമായിട്ടാണ് പള്ളി പണി കഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻസ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ശരിക്കും ആ ഒരു ചുറ്റികയും മുളിയും അല്ലെങ്കിൽ പണിക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ ഇപ്പോൾ പോയി. എന്നാലും ദിവസം മുഴുവൻ അദ്ദേഹം അവിടെ ഇരുന്ന് ഏക്ക് ഈണ്ടിക്ക് ജുഡായിപ്പർ, ഓരോരോ ഇഷ്ടികേനെ കുറിച്ചിട്ടും ശ്രദ്ധിച്ച് ഉസ്കെ ഭീത്തർ ഭീത്തർ ജോ ബേൽബൂട്ടി കടേ കയ്യത്തെ, അതിനകത്തും അതുപോലെ തന്നെ അതിൻ്റെ സൈഡുമൊക്കെ അദ്ദേഹം ഒരു നക്ഷം ഉനോനെ ഹി ഗീഞ്ചത്തെ, ഓരോ അടയാളങ്ങൾ അദ്ദേഹം വയ്ക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പള്ളിയിലുള്ള ഓരോ ഇഷ്ടികേനെക്കുറിച്ചും ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ കലയും അതിൽ കാണിച്ചിരുന്നു. ഉന്മേസേക്ക് കാട ജാന ഉൻകി ഹി ബാരിക് നിഹാരിനി മേഘ്വാട്ട. ആ പള്ളിയിൽ വെച്ചിട്ടുള്ള ഓരോ ചെറിയ ചെറിയ സാധനത്തിൻ്റെയും സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം അദ്ദേഹം ചെയ്തിരുന്നു. मेरे मामा जी के बगीचे में शीशम, सखोई, कटहल आदि इमारतें में काम आने वाले पेड़ों की भरमार थी. मस्जिद की सारी लकड़ी हमारा ही बगीचे से गई थी. എൻ്റെ അങ്കിളുടെ പൂന്തോട്ടത്തിലുള്ള, അല്ലെങ്കിൽ മരങ്ങൾ നിറഞ്ഞ ബഹീച്ചയിലെ ഓരോ വലിയ വലിയ മരങ്ങൾ, ശീഷ്മ, സഗ്വയ്, ഹട്കൽ എന്ന് പറയുന്ന ഇത് തേക്ക്, വലിയ വലിയ മരങ്ങളുണ്ടല്ലോ, വീട് പണിക്കും പള്ളീൻ്റെ ആവശ്യത്തിനൊക്കെ മുറിക്കുന്ന വലിയ മരങ്ങൾ, അത് എല്ലാം തന്നെ എൻ്റെ അങ്ങളുടെ ബഹീച്ചയിൽ നിന്നാണ് കൊണ്ടുപോയത്. ഒരു ഹിന്ദു ബ്രാഹ്മൺ പരിവാറിലെ ഗാർഡനിൽ നിന്നാണ് പള്ളി പണിയാനുള്ള സകല മരങ്ങളും കൊണ്ടുപോയിട്ടുള്ളത് എന്ന് പറയാണ്. ജിസ് ദിൻ അതെന്തിനാ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ ഉള്ള സിറ്റുവേഷൻ എങ്ങനെയാണൊരു ഹിന്ദു മുസ്ലിം വർഗീയതയ്ക്ക് വഴിമാറിക്കൊടുക്കുന്നത് എന്ന് വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു രേഖാചിത്രമാണ് സുബാൻ ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വരി ഉണ്ടല്ലോ, മേരി മാമാജി, നേരത്തെ അതുപോലെ മുബാറക്, ഈദ്, മുഹറം, അതിനൊക്കെ ഈ ഹിന്ദുക്കൾ അങ്ങോട്ട് പോകുന്നതും, ഇല്ലെങ്കിൽ ദിവാലി, ഹോലിക്കൊക്കെ മുസ്ലിംസ് ഇങ്ങോട്ട് വരുന്ന ഒരാചാരം പണ്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വേർതിരിവും ഇല്ലാതെ മുസ്ലിംസിൻ്റെ ആവശ്യങ്ങൾക്ക് ഹിന്ദുക്കൾ സഹായിക്കുമായിരുന്നു, ഹിന്ദുക്കളുടെ ആവശ്യങ്ങൾക്ക് മുസ്ലിംസ് സഹായിക്കുമായിരുന്നു. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരുമിച്ച് നിന്ന് പരിഹരിക്കുമായിരുന്നു. ജിസ് ദിൻ മസ്ജിദ് തയ്യാർ ഹുയി തീ സുബാൻ ദാദ ने जवान वर्ग के प्रतिष्ठित लोगों को न्योता दिया था.
ഏത് ദിവസമാണോ മസ്ജിദ് റെഡി ആയത്, അല്ലെങ്കിൽ മസ്ജിദ് തുറന്നത്, ആ സമയത്ത് സുബാൻ ദാദ അവരുടെ ജീവിതകാലം മുഴുവൻ കണ്ടിട്ടുള്ള എല്ലാവരെയും അതിനുവേണ്ടി ക്ഷണിച്ചിരുന്നു. ജുമാ കാ ദിൻ താ, ജുമയുടെ ദിവസമായിരുന്നു അന്ന്. ജിത്തനെ മുസൽമാൻ തേ സപ്നെ ഉൻസ്പെ നമാസ് പഠിത്തി, എത്ര മുസ്ലിംസാണ് ഉള്ളത് അവരെല്ലാവരും തന്നെ അവിടെ നമസ്കരിച്ചു, നിസ്കാരം ചെയ്യുന്നുണ്ടായിരുന്നു, നിസ്കരിച്ചു. സബ്നെ ഉൻമേ ജിത്തനെ ഹിന്ദു ആയേത്തെ, എത്ര ഹിന്ദുക്കളാണോ വന്നത് അവർക്കെല്ലാം വേണ്ടിയിട്ട്. സത്കാർ കെ ലിയെ ദാദാനെ ഹിന്ദു ഹൽവായി രഖ് കർ തരഹ് തരഹ് കി മിഠായിയാ ബൻവായി തി, ഹിന്ദുക്കൾക്ക് കഴിക്കാനുള്ള ഹൽവയും അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള മിഠായികളും അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. പാൻ ഇലായച്ചി കാ പ്രബന്ധ കിയാത്ത, വെറ്റില അതിൻ്റെ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. സൽക്കാരം നല്ല രീതിയിൽ തന്നെ നടന്നു എന്ന് കാണിക്കാനാണ് ഇത്രയും പറയുന്നത്. अब तक की लोग उस मस्जिद के उद्घाटन के दिन की दादा की मेहमानदारी भूले नहीं है, ഇന്ന് വരെയും അവിടുത്തെ അന്ന് കൂടിയിരിക്കുന്ന മനുഷ്യന്മാരെല്ലാവരും സുബാൻ ദാദൻ്റെ ഈമാൻദാരി സത്യസന്ധതയെക്കുറിച്ച് മറന്നിട്ടില്ല. അതിനെക്കുറിച്ച് തന്നെയായിരുന്നു അവിടെ എല്ലാവരും സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം.